രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോഴും അഗ്നിയുടെ കൈകൾ ഉത്തരെ പൊതിഞ്ഞു തന്നെയാണ് പിടിച്ചത്. കാര്യം, മറ്റൊരാളുടെ മുന്നിലേക്ക് അവളെ ഇങ്ങനെ ഒരു ആവശ്യമായി കൊണ്ടിരുത്താൻ അഗ്നിക്ക് ചെറുതല്ലാത്തൊരു ചമ്മലുണ്ടായിരുന്നു. അതിപ്പോ എത്ര സ്വന്തം ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാലും അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം കൊളീഗ്സ് തന്നെയാണ്. ഒപ്പം അവരിൽ എല്ലാവർക്കും അറിയാം താൻ മാരീഡ് അല്ല എന്നും. അങ്ങനെയുള്ളപ്പോൾ അവിടേക്ക് തന്നെ അവളെ കൊണ്ടുപോകാൻ ആദ്യം ചമ്മലാണ് തോന്നിയത്. പക്ഷെ സ്വന്തം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നാണക്കേടാണോ എന്നുള്ള പെണ്ണിന്റെ ഒറ്റ ചോദ്യത്തിലാണ് നെഞ്ചും വിരിച്ച് അവളെ കയ്യിലെടുത്തുകൊണ്ട് ഗൈനക്കിന്റെ മുറിയിലേക്ക് ചെന്ന് കയറിയത്. എന്തായാലും ഈ നേരം കൊണ്ട് അപ്പൻ അറിഞ്ഞു കാണും. അപ്പോ കാടിളക്കി അപ്പനും അമ്മയും കൂടി വരുന്ന സമയമേ ഇനിയിപ്പോ അറിയേണ്ടതുള്ളൂ. ഡോക്ടർ സീതാലക്ഷ്മി പറഞ്ഞു കൊടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം തനിക്ക് അവളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും പെണ്ണിന്റെ ആ ഇരിപ്പിൽ താനൊരു ഡോക്ടറാണെന്ന് പോലും അവനാ നിമിഷം മറന്നുപോയിരുന്നു. ഇപ്പൊ പിന്നെ അത്യാവശ്യം ആളൊന്ന് ഓക്കെ ആണെന്ന് തോന്നിയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയത്. വരും വഴി പെണ്ണിനെ ആഹാരം കഴിപ്പിക്കാൻ കുറച്ചധികം പാടുപെട്ടു. പെണ്ണിന് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒപ്പം ആദ്യമായി നടന്ന സംഗമത്തിന്റെ വേദനയിൽ അവൾക്ക് അടിവയറൊക്കെ പുകയുന്നുണ്ടായിരുന്നു. അതിന്റെയാകും ചെറിയൊരു ദേഷ്യവും ഈർച്ചകേടും ഒക്കെ കുറച്ചു നേരമായി കാണിക്കുന്നുണ്ട്. സാധാരണ ഒരാളുടെയും ടാൻട്രം സഹിക്കാത്ത അഗ്നി അന്ന് പൂർണ്ണമായും അവളിൽ വിധേയപ്പെട്ട പോലെ അവളുടെ ദേഷ്യമെല്ലാം അവൻ ഏറ്റുവാങ്ങി തന്നെ നിന്നു. അങ്ങനെ അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ ഹാളിൽ പാർത്ഥൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ ഇനിയും എഴുന്നേറ്റില്ലേ എന്ന രീതിയിൽ ഇടതുഭാഗത്തെ മുറിയിലേക്ക് നോക്കിയതും ഭാര്യയും ഭർത്താവും കുളിച്ച് വേഷം മാറി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. അത് കണ്ടതും അഗ്നി മനോഹരമായി പുഞ്ചിരിച്ചപ്പോൾ ഉത്തര അവനിലേക്ക് ചാരി വെറുതെ ഒന്ന് നിന്നു. അയ്യോ, ഉത്തര എന്താ പറ്റിയേ? ഓടി വന്നവൾ ഉത്തരയെ താങ്ങി. നീ ഇങ്ങനെ പേടിക്കല്ലേ സിദ്ധി. അവൾക്ക് ചെറിയൊരു പനി. ഡോക്ടറെ കാണിച്ചു, മെഡിസിൻ എടുത്തു, ആഹാരം കഴിച്ചിട്ടുണ്ട്. ഇനി സ്വസ്ഥമായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് അവളുടെ സകല ക്ഷീണവും മാറും. ഒരു കാര്യം ചെയ്, നീ അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവെക്കോ. ഒപ്പം ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ചു നേരം അവളുടെ ഒപ്പം തന്നെ ഇരുന്നോ. അത് കേട്ടതും അതുവരെ അവിടെ നോക്കിയിരുന്ന അവളുടെ മുഖം അങ്ങ് മാറി. ദേഷ്യം കൊണ്ട് ആ മുഖം ചുവന്നത് എന്തിനാണെന്ന് അവനെപ്പോലെ തന്നെ ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെണ്ണവനോട് വാശി കാണിച്ച് മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോ എത്രയും വേഗം കല്യാണത്തിന് ഡേറ്റ് എടുക്കാം അല്ലേ? പതിയെ നടന്നു പോകുന്നവളെ വാതിലിനപ്പുറം കയറ്റി വിടുന്നവനെ അവന്റെ കണ്ണുകൾ ഉത്തരയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ടതും തോളിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് പാർത്ഥൻ അവനെ തന്റെ നേരെ തിരിച്ചു നിർത്തിക്കൊണ്ടാണ് ചോദിച്ചത്. എന്താടാ, ചോദിച്ചതിന് മറുപടിയില്ലേ? ഇനിയിപ്പം അപ്പൻ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങളുടെ കല്യാണം നടത്തി തരും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ എന്റെ ഭാര്യയാക്കണം. ഇതുവരെ ഇല്ലാതിരുന്നൊരു ഉറപ്പ് അവന്റെ ശബ്ദത്തിൽ കേട്ടതും വംശി പാർത്ഥനെ നോക്കിക്കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. അവർ രണ്ടുപേരും മുറിയിൽ കയറി സെറ്റായി ഒരാൾ ഉറങ്ങാനും മറ്റേയാൾ കമ്പനി കൊടുക്കാൻ വേണ്ടി അടുത്ത് കിടക്കുകയും കൂടി ചെയ്തു എന്ന് ഒന്നും കൂടി ഉറപ്പുവരുത്തി അഗ്നി ഡോർ ചേർത്തടച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്നവരുടെ അരികിലേക്ക് ചെന്നു. സ്വന്തം കുടുംബം എന്തിന് കുളം തോണ്ടി എന്ന് ഞാൻ ചോദിച്ചാൽ ഞാനും ഇവനും അറിയേണ്ട കാര്യമായിരുന്നു എങ്കിൽ നീ പറഞ്ഞേനെന്ന് ഞങ്ങൾക്കറിയാമടാ. പക്ഷേ ഇതിപ്പോ ആ കമ്പനി അടപടലം പൂട്ടി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വർക്കുകളും പാതി വെച്ച് നിർത്തി. മിക്കവാറും തറവാട് പോലും ജപ്തി ചെയ്തു പോകും. അങ്ങനെ നാടാകെ പ്രശ്നമായി കിടക്കുകയാണ്. നിന്റെ അച്ഛൻ നീ എവിടെയാണെന്നറിയാൻ വേണ്ടി അയാളുടെ ഫുൾ ഫോഴ്സും ഇറക്കുന്നുണ്ട്. പക്ഷേ അങ്ങേർക്കറിയില്ലല്ലോ മോൻ രായ്ക്ക് രാമാനും കൂട്ടുകാരെയും അവരുടെ ഭാര്യയും കൂട്ടി വന്നിരിക്കുന്നത് ഈ ഗോവയിലേക്കാണെന്ന്. അഗ്നിയുടെ ചിരി പാർത്ഥനും കടം കൊണ്ടു. ഫോണ് കയ്യിലേക്ക് കിട്ടി 5 മിനിറ്റിനുള്ളിൽ തന്നെ രണ്ടുപേരും എല്ലാം അറിഞ്ഞിരുന്നു. അവരുള്ളപ്പോൾ ചോദിക്കൽ നടക്കില്ല, പ്രത്യേകിച്ചും സിദ്ധി. അവളെ ഇപ്പോഴും വംശി പൊതിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്, പ്രത്യേകിച്ചും സ്വന്തം കുടുംബക്കാരിൽ നിന്ന്. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നറിയാം. അതെല്ലാം പറഞ്ഞു തരാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നും. അതുകൊണ്ട് എന്ത് വേണേലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. വംശി അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും രണ്ടുപേരും അവന്റെ ഇടവും വലവും വന്നു നിന്നു. പറഞ്ഞല്ലോ വംശി, ഞങ്ങൾ അറിയേണ്ടിയിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ അറിഞ്ഞേനെ. പക്ഷേ ഇപ്പോ അതൊന്നും അറിയണ്ട. ആകെ അറിയേണ്ടത് വൈകുണ്ഠം അസോസിയേറ്റ്സ് മൊത്തത്തിൽ തീർന്നു എന്ന് മാത്രമാണ്. കമ്പനി, കുടുംബ പേര്, തറവാട് എല്ലാം ഞാൻ കുത്തുപാളയത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഞാനത് മുച്ചൂടെ മൂടും. അത് പറയുമ്പോൾ അവന്റെ മുഖം വൈരാഗ്യത്തിൽ വല്ലാതെ വലിഞ്ഞു മുറുകി.
അപ്പോ ഇനി? കാരണം നിന്റെ പേരും ഇതിനിടയിൽ വലിയ പ്രശ്നമുണ്ടാകില്ലേ? കരുതലോടെ അവൻ പറഞ്ഞതും വംശി വെറുതെ ഒന്ന് തല കുലുക്കി. പക്ഷേ നിന്റെ അച്ഛൻ എല്ലാ ചാനലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി. ആഹാ, കൊള്ളാലോ. നടക്കട്ടെ. തൽക്കാലം പെണ്ണുങ്ങളെ ജെയിംസിനെ ഒന്ന് ഏൽപ്പിച്ച് ഇവിടെ സുരക്ഷിതമായി നിർത്തിക്കൊണ്ട് നമുക്ക് മൂന്നുപേർക്കും കൂടി ഒരു ചെറിയ യാത്രയുണ്ട്. അത് കേട്ടതും അഗ്നി സന്തോഷത്തിൽ ചാടി എഴുന്നേറ്റു. അപ്പോ പലതും തിരിച്ചു പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണല്ലേ? ഇത് നമ്മൾ പൊളിക്കും, അല്ലേടാ പാർത്ഥ? വംശി മറുപടി പറഞ്ഞില്ല. പക്ഷെ ഒന്ന് തലകുലുക്കി ഒരു മതയാനയുടെ ശൗര്യത്തോടെ. വംശി, നീ ഉറപ്പിച്ചിട്ട് തന്നെയാണോ? ഇതിലിപ്പോൾ കൂടുതൽ ഉറപ്പിക്കാൻ എന്താ അഗ്നി? അല്ലടാ, ഇത്രയും ദിവസം അയാൾ നിന്നെ തിരക്കി നടന്നിട്ട് ഇപ്പോൾ നീ നേരിട്ട് മുന്നിൽ പോയി നിൽക്കുകയാണെന്ന് വെച്ചാൽ? സംശയങ്ങളുടെ ഒരു പറുദീസ തന്നെ അഗ്നിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ആ നിമിഷം പാർത്ഥനും അവനിൽ നിന്ന് വ്യത്യസ്തനായിരുന്നില്ല. ഹും, അതല്ലേടാ അഗ്നി ഹീറോയിസം. കീഴ്ച്ചുണ്ട് കടിച്ചുപിടിച്ച് തലയാട്ടിയുള്ള ആ ചിരി കണ്ടതും അഗ്നിയും പാർത്ഥനും പരസ്പരം നോക്കി തലയാട്ടി. ഇന്നലെ രാത്രിയിലെ ഫ്ലൈറ്റിനാണ് നാട്ടിലെത്തിയത്. ഫ്ലാറ്റിലെത്തി ഒന്ന് ഫ്രഷായി അപ്പോൾ തന്നെ ഇറങ്ങി. അല്ലെങ്കിൽ എന്തേലും നിയമിച്ചാൽ വംശിക്ക് ആ നിമിഷം നടന്നിരിക്കണം. പിന്നെ കളിയൊക്കെ ക്ലൈമാക്സിലേക്ക് കടന്നതുകൊണ്ട് തന്നെ അഗ്നിയും പാർത്ഥനും ഒപ്പം തന്നെ നിന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നെങ്കിൽ അഗ്നി ഒരിക്കലും ചിലപ്പോൾ ഈ നിമിഷം അവരുടെ കൂടെ കാണില്ലായിരുന്നു. കാരണം അവർ ഒന്ന് രണ്ട് ദിവസത്തേക്ക് അവിടെ കാണില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ പെണ്ണുങ്ങൾ രണ്ടും ഇടം തിരിഞ്ഞ മട്ടാണ്. അതിൽ ഒരുത്തിയെ മേയ്ക്കാൻ പാടുപെടുന്നവന്റെ ഒപ്പം തന്നെയായിരുന്നു ഇന്ന് മറ്റൊരുവന്റെയും അവസ്ഥ. രണ്ടുപേരുടെയും ഈ ജാതി പരിപാടികൾ കണ്ട് കളിയാക്കി ചിരിക്കാൻ പാർത്ഥനും. അത് കാണുമ്പോൾ അഗ്നിക്ക് പണ്ട് പഠിച്ച മലയാളം പ്രാസങ്ങൾ അക്കമിട്ട് ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ പഠിക്കാത്ത ഒരുമാതിരിപ്പെട്ട സകല തെറികളും പാർത്ഥൻ ഈ നാളുകൊണ്ട് ഹൃദയസ്ഥമാക്കിയിരുന്നു. അവസാനം ധാത്രിയെ എങ്ങനെയൊക്കെയോ വംശിയൊന്ന് സമാധാനിപ്പിച്ചെങ്കിലും ഉത്തര ഇപ്രാവശ്യം ശരിക്കും ഒരു പിണക്കക്കുട്ടി തന്നെയായിരുന്നു. ഒന്നാമത് വയ്യ, അതിന്റെ ഒപ്പം പനിയായി, പിന്നെ അഗ്നിയും കൂടി ഇല്ലാത്തൊരവസ്ഥ. അവൾക്ക് ആകെ ഭ്രാന്ത് പിടിച്ച പോലെ പെണ്ണ് പിണങ്ങി. എങ്ങനെ നോക്കിയിട്ടും അവളെ സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായിടത്താണ് അഗ്നിക്ക് അവൻ നാട്ടിലേക്ക് വരുന്നതിന്റെ ശരിക്കുള്ള കാരണം പറയേണ്ടി വന്നത്. കേട്ടതും പെണ്ണു ഭയന്നു. അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അഗ്നി അവളെ ചേർത്ത് പിടിച്ച് അമർത്തി ചുംബിച്ചു. നമ്മുടെ വംശിക്കും ധാത്രിക്കും വേണ്ടിയല്ലേടി? അത് മതിയായിരുന്നു അവളുടെ ആ പിടുത്തമയ്യാൻ. ഇതേ സമയം പാർത്ഥൻ കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കുകയായിരുന്നു. കഷ്ടി ഒരു 3-4 മിനിറ്റ് വൈകുണ്ഠം തറവാട്ടിലേക്ക് കയറാൻ. അവിടെ ചെന്നാൽ എന്താ സംഭവിക്കുക എന്ന് ഒരു ഊഹവുമില്ല. പക്ഷെ സംഭവിക്കുന്നത് എന്തായാലും അത് പരമേശ്വരനും ഭാര്യയ്ക്കും നല്ലതായിരിക്കില്ല. കൊച്ചേ, വയ്യാഴിക മാറിയോടി? ഇതേ സമയം പിന്നിലിരുന്ന അഗ്നി ഉത്തരയ്ക്ക് ടെക്സ്റ്റ് ചെയ്യുകയായിരുന്നു. മാറിയില്ല, വേദനയാ. അപ്പോഴേക്ക് തിരിച്ചും മെസ്സേജ് എത്തി. ഈ പെട്ട് ഫോണും കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു ചിന്തയോടെയാണ് അവൻ അടുത്ത മെസ്സേജ് ടൈപ്പ് ചെയ്തത്. കൊച്ചേ, വേദനയുടെ മരുന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ രാത്രി ഞാനല്ലേ എടുത്തു തന്നത്. എന്നിട്ടും വേദനയാണോ മോളെ? ഒരു നിമിഷം അവൻ അവളുടെ കാമുകൻ മാത്രമായി. ആ, ഭയങ്കര വേദനയാ. ഇച്ചൻ എപ്പോഴാ വരിക? അവളുടെ ആ ചോദ്യം കേട്ടതും അവന്റെ ചുണ്ടൊന്നു വിരിഞ്ഞു. ഓ, അപ്പോ ഈ വേദന ഇച്ചൻ അടുത്തില്ലാത്തതിന്റെയാണോ? ഡെലിവേഡ് ആയിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷേ മറുപടി ഒന്നുമില്ല. അഗ്നി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് മുന്നിലെ കണ്ണാടിയിലൂടെ അവനെ നോക്കി ചിരിക്കുന്ന വംശിയാണ്. അഗ്നിയും തിരിച്ചൊരു പുഞ്ചിരി നൽകി. പിന്നെയും 1-2 നിമിഷത്തിനു ശേഷം വംശിയുടെ ഥാർ വൈകുണ്ഠം തറവാട്ടിലേക്ക് ഇരച്ചു കയറി നിന്നു. അവന്റെ വണ്ടിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ പോലെ വാതിൽ തുറന്ന് കണ്ണുനീരോടെ ഓടി വന്നത് ദേവമ്മയാണ്. വർഷം കഴിയുന്നു മകനെ കണ്ടിട്ട്. അന്ന് പിണങ്ങിപ്പോയതിനു ശേഷം കമ്പനി ആവശ്യത്തിന് വേണ്ടി അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും അറിയാതെ പോലും വംശി അമ്മയെ വന്ന് കണ്ടിരുന്നില്ല. അവരും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ. ഇനി ഒരു തവണ കൂടി അവരെ മുന്നിൽ കണ്ടാൽ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് അവൻ പോകും എന്നുള്ള ഭീഷണിയിൽ പരമേശ്വരന്റെ തീരുമാനമായിരുന്നു അവരിനി മകനെ കാണരുത് എന്ന്. ഭർത്താവ് പറയുന്നത് വേദവാക്യമായി കണ്ടിരുന്നവർ അതിനുശേഷം മകനെ കാണാനൊട്ട് ശ്രമിച്ചിട്ടുമില്ല. മോനെ വിച്ചു, മോനെ, അമ്മയുടെ കുഞ്ഞി, നീ എവിടായിരുന്നു? നിനക്ക് ഈ അമ്മയെ കാണണമെന്ന് തോന്നിയില്ലേ? എവിടുന്നോ കയറി വന്നൊരു പെണ്ണ് നിന്റെ ജീവിതത്തിൽ എത്തിയപ്പോഴേക്കും നിനക്ക് നിന്റെ അമ്മ അന്യായി പോയോടാ. ആദ്യം അവരുടെ സ്നേഹപ്രകടനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊടുത്തവൻ അവസാന വാചകം കേട്ടപ്പോഴേക്കും മുഖത്ത് തഴുകിക്കൊണ്ടിരുന്ന കൈ പിടിച്ചു മാറ്റി അല്പം പിന്നിലേക്ക് മാറിയുന്നു. മോനെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മിസ്റ്റർ പരമേശ്വരനെ മാസത്തിലൊരിക്കൽ കാണാറുമുണ്ടായിരുന്നല്ലോ, പറഞ്ഞില്ലേ? വിച്ചു,
അച്ഛനെയാണോ നീ പേര് വിളിക്കുന്നത്? എന്താ നിനക്ക് അദ്ദേഹത്തോട് ഇത്രയ്ക്കും ധാർഷ്ട്യത്തോടെ സംസാരിക്കാനും ബഹുമാനമില്ലാതെയും ആയോ? നിമിഷം കൊണ്ടാണ് അവർ വൈകുണ്ഠം തറവാട്ടിലെ പരമേശ്വരന്റെ ഭാര്യയായത്. ആ മാറ്റം വംശിക്കൊപ്പം പ്രാർത്ഥനയെ അഗ്നിയെയും ഒന്ന് നോക്കി. ബഹുമാനം. പുച്ഛത്തിൽ അവന്റെ ചുണ്ടിന്റെ അറ്റം ഒന്ന് കൂടി. അവന്റെ മുഖം മാറുന്നു എന്ന് കണ്ടതും അവർ പെട്ടെന്ന് ശാന്തിയായി. ഇവിടെ വന്നിട്ടും ഞാൻ പുറത്തു തന്നെ നിൽക്കണോ? ആ ഒരു ചോദ്യം അവന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോഴാണ് വന്നവരെ താൻ വാതിൽ തന്നെ നിർത്തിയിരിക്കുകയാണെന്ന് അവരും തിരിച്ചറിയുന്നത്. മോൻ വാ. മോനെ കണ്ട സന്തോഷത്തിൽ അമ്മ അകത്തേക്ക് വിളിക്കാൻ മറന്നു. എത്ര നാളുകൾക്ക് ശേഷമാണ് നിന്നെ കാണുന്നത്. അവന്റെ കൈയും പിടിച്ച് അകത്തേക്ക് നടക്കുന്നതിനിടെ അവർ സന്തോഷം കൊണ്ട് പറഞ്ഞു. ഈ ഓഫീസിലുള്ള സമയത്തെങ്കിലും ഓടി വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിക്കും. പക്ഷേ അവർ വേഗത്തിൽ പറഞ്ഞുപോയതാണ്. പക്ഷെ പറഞ്ഞു നിർത്തിയപ്പോഴാണ് എന്താ അവർ പറഞ്ഞതെന്ന് അവർ തന്നെ ഓർക്കുന്നത്. ആ ഒരു വേപുതയോടെ അവരവന്റെ മുഖത്തേക്ക് നോക്കി. ഭർത്താവ് മകനെ കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിലും ദൈവത്തിന്റെ പ്രതിരൂപമായ ഭർത്താവ് എന്തെങ്കിലും ഒഴിഞ്ഞാൽ അവിടെ തീരാനുള്ള പുത്രവാത്സല്യമല്ലേ ഉള്ളൂ വൈകുണ്ഠത്തിൽ ജാനകി വർമ്മ എന്നു പേരുള്ള ദേവമ്മയ്ക്ക്. അതുകൊണ്ട് ഈ പ്രകടനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. പറയുമ്പോൾ അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ആ നേരത്താണ് വംശിയുടെ ഫോണ് റിങ് ചെയ്യുന്നത്. കോളർ ട്യൂൺ കേട്ടപ്പോഴേ അതുവരെ വലിഞ്ഞു മുറുകിയിരുന്നവന്റെ മുഖം പെട്ടെന്നാണ് ശാന്തമായതും അവിടെ ഒരു പുഞ്ചിരി വിരുന്നെത്തിയതും. തന്നെ നിന്ന നിൽപ്പിൽ ദഹിപ്പിക്കുമെന്ന് തോന്നിയ മകന്റെ പെട്ടെന്നുള്ള ഭാവപ്പകർച്ച ദേവമ്മ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. അവൻ ഇയർഫോൺ ചെവിയിലേക്ക് വെച്ചു. വിച്ചേട്ടാ. പിണങ്ങിക്കൊണ്ടുള്ള വിളിയെത്തി. എപ്പോ വരും? അവിടെ നിറങ്ങും നേരവും പിണങ്ങിക്കൊണ്ട് ഇനി മേലാൽ വിളിക്കില്ലെന്ന് പറഞ്ഞ പെണ്ണാണിപ്പോൾ. അവന്റെ കണ്ണുകൾ പ്രണയം കൊണ്ട് വിടർന്നു. എപ്പോ വരണം? അവരിൽ നിന്നും മെല്ലെ നടന്നകന്ന് കീഴ്ചുണ്ടിനറ്റം കടിച്ചു പിടിച്ച് മെല്ലെ അവൻ ചോദിച്ചു. ഇപ്പൊ വരുമോ? പിണക്കം മറന്നുപോലെ പെണ്ണ് പെട്ടെന്ന് കയറി ചോദിച്ചു. ഞാനവിടെ ഉണ്ടല്ലോ. എവിടെ? ഇപ്പൊ ചാടി എഴുന്നേറ്റപ്പോൾ ഊർന്നു പോയ നിന്റെ പുതപ്പിനുള്ളിൽ ഞാനല്ലേ യഥാത്രി. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പറയവേ അവിടെ നിന്നും കേട്ട നിശ്വാസത്തിൽ വംശി അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. വിച്ചേട്ടാ. പിണങ്ങിക്കൊണ്ടുള്ള വിളിയും കൂടി കേട്ടതും അവൻ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. ഇവിടെ ഒരിത്തിരി ജോലിയുണ്ട്. പക്ഷെ എന്റെ കൊച്ചു വിഷമിക്കണ്ട. ആ മാറിലെ ചുവപ്പുപാടിന്റെ നിറം മങ്ങുന്നതിന് മുന്നേ ഞാനവിടെ ഉണ്ടാകും. ഇന്ന് രാത്രിയും എന്റെ ചൂടിലെ എന്റെ പെണ്ണുറങ്ങും. അതുപോരെ? പെണ്ണിനെ കൊഞ്ചിച്ചുകൊണ്ടുള്ള ചോദ്യത്തിൽ അവൾ ഒരിക്കൽ കൂടി തലയിലൂടെ പുതപ്പ് പുതച്ച് തന്നെ അവളിൽ നിന്നും മറച്ചാകും ഇരിക്കുക എന്ന ചിന്തയിൽ ചുവന്ന തുടുത്ത മുഖത്തോടെ തിരിയുന്നതും കാണുന്നത് അവനെ നോക്കി നിൽക്കുന്ന ദേവമ്മയാണ്. അതോടെ ആ മുഖം നിമിഷം കൊണ്ടാണ് വലിഞ്ഞു മുറുകിയത്. ഒപ്പം ആരോടോ ഉള്ള പക തീർക്കും പോലെ അവന്റെ കണ്ണുകളും ചുവന്ന് ഉക്കനെ പോലെ പുറത്തേക്ക് തള്ളി. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അറിയാം ഒരല്പം ലേറ്റായെന്ന്. നേരത്തെ പോലെ തന്നെ ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ടുണ്ടായ തിരക്കാണ് കേട്ടോ. ഇനി മുടങ്ങാതെ ഞാൻ കഴിവതും നോക്കാം. ഒരിക്കൽ കൂടി കൂട്ടുകാരെല്ലാവരും എൻ്റെ കഥ കേട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.